അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ബിനീഷും കുടുംബവും ഉറങ്ങാൻ കിടന്ന മുറിയിലെ ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്ന് സംശയം ഉയർന്നെങ്കിലും അതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യയാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട്. അങ്കമാലിയിലെ അങ്ങാടിക്കടവ് പറക്കുളം റോഡിലുള്ള ഇരുനില വീട്ടിലെ തീപിടുത്തത്തിലാണ് അച്ഛനും അമ്മയും 2 മക്കളും മരിച്ചത്. വീടിന്റെ ഉടമസ്ഥനായ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, ഇവരുടെ മക്കളായ ജവാന, ജസ്വിൻ എന്നിവരാണ് മരിച്ചത്. അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിൽ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം നടന്നത്. വീടിന്റെ 2ാം നിലയിലാണ് തീപിടിച്ചത്. ബിനീഷിന്റെ അമ്മ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് തീ കണ്ടത്. തുടർന്ന് സഹായിയായ ഇതര സംസ്ഥാന തൊഴിലാളിക്കൊപ്പം തീ അണയ്ക്കാൻ ശ്രമിച്ചു. ബക്കറ്റിലും മറ്റും വെള്ളമെടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇവിടുത്തെ നായയുടെ കുര കേട്ടാണ് അയൽവാസികൾ എത്തിയത്. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അമ്മയെ ബിനീഷിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. മൂത്ത കുട്ടി 3ാം ക്ലാസ്സിലും 2ാമത്തെ കുട്ടി 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അനു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് ട്യൂട്ടറായിരുന്നു. അതേസമയം അങ്കമാലി MLA റോജി M. ജോർജ് നേരത്തെ സംഭവസ്ഥലത്തെത്തിയിരുന്നു. ബിനീഷിന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്ന് MLA പ്രതികരിച്ചു. വീടിന്റെ മുകളിലെ നിലയിലെ 2 മുറികൾക്കാണ് തീപിടിച്ചത് കണ്ട് വീടിന് താഴത്തെ മുറിയിൽ കിടന്നിരുന്ന അമ്മയും ബിനീഷിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയും എത്തിയാണ് തീ അണയ്ക്കാൻ തുടങ്ങിയത്. വീടിന്റെ അടുത്തുനിന്ന് പൈപ്പിലും ബക്കറ്റിലുമെല്ലാം വെള്ളമെടുത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ വലിയ രീതിയിൽ തീപിടിച്ചതിനാൽ തീ അണയ്ക്കാൻ സാധിച്ചില്ല. സംഭവസ്ഥലത്തു നിന്ന് നായ കുരയ്ക്കുന്നത് കേട്ടതോടെയാണ് അയൽവാസികൾ ഓടി വന്നത്. പിന്നാലെ തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മുകളിലെ നിലയിലെ 2 മുറികളിൽ മാത്രമേ തീ പടർന്നിട്ടുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാവുകയുള്ളൂ, റോജി M. ജോൺ അറിയിച്ചു. നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതായി അറിയില്ലെന്നും ബിസിനസ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും MLA പറഞ്ഞു. വീടിന് തീപിടിച്ച് മരിച്ച ബിനീഷിനും കുടുംബത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരമവാർഷികം മറ്റന്നാളാണ്. ഇതിന്റെ ചടങ്ങുകൾക്കായി സാധനങ്ങളടക്കം വാങ്ങുകയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടെന്നും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും അയൽവാസികളും ബന്ധുക്കളുമെല്ലാം പറയുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടത്തുകയായിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വീടിനോട് ചേർന്നുള്ള ജാതികയുടെ ഗോഡൌൺ കത്തി നശിച്ചിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ജീവനെടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. ധാരാളം ഭൂസ്വത്തുക്കൾ ബിനീഷിന് ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ പറഞ്ഞു.